ഹേയ് ഹലോ. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ, ഇത് അപ്പച്ചനും അമ്മച്ചിയാണ്. അപ്പച്ചനും അമ്മച്ചി മീൻസ് മോട്ടുവിൻ്റെ അപ്പനും അമ്മയാണ് കേട്ടോ. അപ്പം ഇന്ന് അപ്പച്ചൻ്റെ പെൻഷൻ വന്നത് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇത് നമ്മുടെ തറയിൽ പേയാൻ പാർക്കാണ്, അതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഞാനും അമ്മച്ചി നേരത്തെ ഇറങ്ങി പെതുക്കെ നടന്നു. അപ്പച്ചൻ വീടൊക്കെ പൊട്ടി പുറകെ വരും. അപ്പോഴുണ്ട് ഈ ചേട്ടൻ നിന്ന് പടമൊക്കെ വരയ്ക്കണം, നല്ല സെറ്റപ്പായിട്ട് വരയ്ക്കണുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പടം വരയ്ക്കുന്നവരെ, ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമല്ലേ. പിന്നെ അപ്പച്ചനും വന്ന് ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ചു, ഞങ്ങൾ ബാങ്കിലേക്ക് പോവുകയാണ്. ഇവിടെ എപ്പോഴും അങ്ങനെ ബസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഓട്ടോയിൽ തന്നെ പോകേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഇതേ ബാങ്കിലെത്തി. ബാങ്കിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇവിടെ എവിടെ നോക്കിയാലും വെള്ളവും പാലവും തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ബാങ്കിലെ പെൻഷനും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രൊസീജിയർ അവിടുത്തെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ പാലം കയറി ഇറങ്ങി ഓപ്പോസിറ്റുള്ള സൂപ്പർ മാർക്കറ്റിലെത്തി. ബാങ്കിലെ വീഡിയോസൊന്നും എടുത്തില്ല, കാരണം ചീത്ത പറഞ്ഞാലോ എന്നൊരു പേടി. പിന്നെ ഞങ്ങൾ ലിസ്റ്റൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത്, ഞാനും അമ്മച്ചും കൂടെ എന്തൊക്കെ മേടിക്കണം എന്ന്. പിന്നെ ഒന്നും വിട്ടു പോകരുതല്ലോ. ഇതെല്ലാ മാസവും ഉള്ളതാണ് കേട്ടോ പെൻഷൻ മേടിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം. നേരെ ഓപ്പോസിറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം മേടിക്കാം. ഇത് എനിക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് ഈ ഒരു പാക്കറ്റ് എനിക്ക് മേടിച്ചു തന്നു. അടുത്ത ഒരു തപ്പണ എന്തിനാണെന്ന് വെച്ചാൽ മോട്ടിക്ക് ഇഷ്ടമുള്ള പലഹാരം മേടിക്കാനാണ് അവർ തപ്പിക്കൊണ്ടിരിക്കുന്നത്. മോട്ടിക്ക് മുറുക്ക് ഇഷ്ടമാണ്, അങ്ങനെ മോട്ടിക്ക് മുറുക്കും മേടിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടുവന്നുകൊണ്ട് അധികം സമയം ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ഷടപടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു. അപ്പം ഇത് ഇവരുടെ ഈ നടക്കുന്ന ഈ ഒരു റൊട്ടീൻ ഇവർക്ക് എല്ലാ മാസവും ഉള്ളതാട്ടോ. നേരെ പെൻഷൻ മേടിക്കുക, അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം പർച്ചേസ് ചെയ്യുക. മാസത്തിലൊരു തവണയല്ലേ. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് 2 രൂപയുടെ ഓട്ടോ പിടിച്ച് നേരെ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വിടും. അവിടെ ചെന്ന് അവർ ദോശയൊക്കെ കഴിക്കും. അപ്പോൾ ഇത്തവണ ഞാനുള്ളതില്ല, ഇത്തവണയല്ല, ലാസ്റ്റ് ടൈമും ഞാനുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടു. ഇത് നമ്മുടെ മുല്ലക്കലമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഡിസംബറിൽ ഇവിടെ ഭയങ്കര ഉത്സവമാണ്, സൂപ്പറാണ് കേട്ടോ ഇവിടുത്തെ ഈ മുല്ലക്കലമ്പലത്തിലെ ഈ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വന്നാൽ ഞങ്ങൾ നേരെ ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് പോകുന്നത്. അപ്പം എന്നെ ഇവരൊറ്റയ്ക്ക് വീട്ടിലിരുത്തി പോകത്തില്ല, അപ്പോൾ എന്നോട് കൂട്ടും ഇവരുടെ കൂട്ടത്തിൽ. അങ്ങനെ ലാസ്റ്റ് ടൈം ഞാൻ ഉണ്ടായിരുന്നു, ഇത്തവണ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം വന്നപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയായിരുന്നു. എനിക്ക് പൊതുവെ ഇവിടുത്തെ ഇഷ്ടമല്ല, കാരണം നിറച്ച് ബീട്രൂട്ടാണല്ലോ. പിന്നെ ഞാൻ എന്തായാലും ലാസ്റ്റ് ടൈം ഇഷ്ടപ്പെട്ട കാരണം ഇപ്രാവശ്യം ഞാൻ അത് തന്നെ പറഞ്ഞു. ശരിക്കും സാമ്പാർ വട വല്ലതും പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ മോട്ടിക്ക് ഒരു പാഴ്സലും മേടിച്ചു. പക്ഷേ ഉള്ളത് പറയാമല്ലോ, ഇത്തവണത്തെ ദോശകളൊന്നും, അതായത് ഞാൻ മേടിച്ച മസാല ദോശ അവർ മേടിച്ച ഗീ റോസ്റ്റ് ഒന്നും കൊള്ളില്ലായിരുന്നു. കൊള്ളില്ല മീൻസ് തണുത്തതായിരുന്നു, ക്രിസ്പി അല്ല. അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ജസ്റ്റ് വീണ്ടും പാനിലിട്ട് ചൂടാക്കി തന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് അത്ര അങ്ങോട്ട് സെറ്റായില്ല, നമുക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മോട്ടിക്ക് എന്തായാലും മേടിച്ചുകൊണ്ട് വന്നു. മോട്ടി എത്തുമ്പോൾ പാതിരാത്രിയാവും. പിന്നെ ഞാൻ എന്തായാലും ഓവനിൽ വെച്ചിട്ട് വല്ലതും ചൂടാക്കി കൊടുക്കാമെന്ന് വെച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ ഷിക്കാരാസൊക്കെ നിറഞ്ഞെടുക്കുക. പിന്നെ ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള വലിയൊരു ഹോട്ടലാണ്, റമദാൻ എന്നാണ് പേര്. ഞാൻ ഒരു തവണ ഏതോ പോയിട്ടുണ്ട് കസിൻസിൻ്റെ കൂടെ. അപ്പം ഞങ്ങളിതേ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇതേ നേരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോട്ടൊക്കെ ഇപ്പോൾ എല്ലാം ഓട്ടത്തിലായതുകൊണ്ടാണ് കാണാത്തത്, അല്ലെങ്കിൽ അവിടെ ബോട്ട്സൊക്കെ ഉണ്ടാവുന്നതാണ്, ഹൗസ് ബോട്ട്. അപ്പം നമ്മൾ വീട്ടിലെത്തി. ഇത് ഞാൻ കാണുന്നത് മോട്ടിയുടെ ചെറിയ കലാപരിപാടിയാണ് കേട്ടോ. മീനിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വളർത്താനൊക്കെ. അങ്ങനെ പശുവിനെ കൊണ്ട് വാശി പിടിപ്പിച്ച് അതൊക്കെ പണിഞ്ഞ് സെറ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.